വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മഴയായിട്ടൊരു പണിയുമില്ലാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അനിയൻ്റെ കോൾ വന്നത്. ഞാനിന്ന് ഫ്രീ ആണ് ചേട്ടാ, നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ കൂട്ടാനായിട്ട് പോയി. ഞങ്ങൾ വണ്ടിയിൽ ചെന്ന് അവനെ പിക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോവാണ്. ഒരു ഫുഡ് കോർട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്നതാണെന്നൊന്നുമില്ല. വഴിയെ നമ്മുടെ അനിയനെ കാണിച്ചു തരാം കേട്ടോ. അവൻ എന്തോ ഒരു വിഷമമുണ്ട്. വിഷമത്തിൻ്റെ കാര്യം പിന്നീട് പറയാം. ഞങ്ങൾ അങ്ങനെ അങ്കമാലി ചെന്ന് യൂട്ടേൺ എടുത്ത് നമ്മൾ നേരെ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ആ റെസ്റ്റോറൻ്റാണ് നമ്മുടെ താടിക്കാരൻ ടച്ചിങ്സ്. താടിക്കാരൻ ടച്ചിങ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് പോർക്ക് ബിരിയാണി എന്ന് പറയുന്നത്. എറണാകുളം തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് പോർക്ക് ബിരിയാണി കൊണ്ടുവന്നത് നമ്മുടെ ഈ താടിക്കാരനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് തിരിയാണ്. കറക്റ്റ് നേരെ തന്നെയാണ് നമ്മുടെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു സമയം 3 മണിയായിട്ടുണ്ട്. ലഞ്ച് ടൈം എന്തായാലും കഴിഞ്ഞിരുന്നു. എന്നാലും നമ്മളിതേ എപ്പോൾ ചെന്നാലും നമുക്ക് ഫുഡ് റെഡിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ബാക്കി ഫുഡ് കഴിച്ചിട്ട് അകത്തേക്ക് കാഴ്ചകൾ കാണാം. അങ്ങനെയാണ് നമ്മളുടെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കടന്നു. ഇതാണ് അകത്തേക്ക് കയറുമ്പോൾ ഒരു ആംബിയൻസ്. ഇവിടെ നൈറ്റ് കയറുമ്പോൾ ഇതിലും ഭംഗി കൂടും. വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല, എന്നാലും ആളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അനിയനും ഞാനും അനിയൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു, ചേട്ടനും. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് പോയി ട്രൈ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ്. അങ്ങനെ പിന്നെ എന്തായിരുന്നു, നമ്മുടെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് ഇതിനു മുൻപ് വന്നു കഴിഞ്ഞ സമയത്ത് ഇത്രയും ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നുകൂടി അവർ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഈ ഉച്ച സമയത്ത് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട് ചേച്ചി, നമുക്ക് അവിടെ പോകാമെന്ന് അനിയൻ്റെ ഒരു റെക്കമെൻഡ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഈ സ്ഥലത്തെത്തി. അതായത് ബിസ്മി ഇലക്ട്രോണിക്സിൻ്റെ നേരെ ഇടതുവശത്തുള്ള റോഡിൽ കൂടെ ഒരു 750 മീറ്റർ ചെന്ന് കഴിയുമ്പം ഈ സ്ഥലത്തെത്താം. വഴി കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. സൈഡിൽ ഇതാ പുഴയുണ്ട്. അവിടെ വണ്ടികളൊക്കെ നടപ്പുണ്ട്, പക്ഷെ അവിടെ കടുത്ത കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വെറുതെ കുറച്ച് നേരം നടക്കാമെന്ന് കരുതി. ഒരു വാക്ക് വേ യാത്ര, ജസ്റ്റ് ഇതൊരു എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ സിഗ്നൽ കഴിഞ്ഞിട്ട് ചാലക്കുടിക്ക് പോണ വഴിയിൽ ഒരു 350-300 മീറ്റർ കഴിയുമ്പോൾ ബിസ്മി ഇലക്ട്രോണിക്സ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 750 മീറ്റർ ഈ ലൊക്കേഷനിലേക്ക്. ജസ്റ്റ് ഒരു തടാകം പോലത്തെ സെറ്റപ്പാണ്. തടാകം പിന്നെ ഒരു വാക്ക് വേ ഉണ്ട്. ജസ്റ്റ് വൈകുന്നേരം ഒരു റിലാക്സിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ആ പോകുന്ന യെല്ലോ ഷർട്ടാണ് നമ്മുടെ കഥാനായകൻ, അതായത് ലിവൻ. ഇവന് ഫുഡ് കഴിച്ചപ്പോൾ ആ ഫുഡ് കഴിച്ച് അവൻ്റെ ഒരു വിഷമം മാറ്റാന്ന് കരുതി കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം വേറെ വിഷമമൊന്നും അല്ല ഗൈസ്, ആൾക്ക് ഒരു തേപ്പ് കെട്ടിട്ടിരിക്കുകയാണ്. ഒരു വോക്ക് വേ നടത്തിയിരുന്നു റിവറിന്റെ സൈഡിൽ കൂടെ. പ്രതീക്ഷിച്ചൊന്നുമില്ല, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പടിക്കെട്ടുകളുള്ള ഒരു അറ്റയുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസ് കണ്ടാലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ആ അമ്പലം എത്തുന്നതിന് മുന്നേ 2 ഇരുമ്പ് പാലമുണ്ട്. ചെറിയ പാലമാണ്. നമുക്കത് കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ ആ വ്യൂസിലേക്ക് എത്താൻ. കുറച്ചധികം ദൂരം നടന്നു. നടക്കാനാണെങ്കിൽ ദൂരെ പോകുന്നത് അറിയില്ല. ഫുഡൊക്കെ കഴിച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇരുമ്പ് പാലമൊക്കെ കയറി അമ്പലത്തിനടുത്തെത്തി.
അമ്പലത്തിനെ കുറച്ച് ഒരു വാക്ക് വേ എൻഡിങ്ങിലാണ് ഈ ഒരു വ്യൂ കിട്ടുന്നത്. അവിടെ കുറേ ചേച്ചിമാർ ജോലി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. തൊഴിലുറപ്പ് ചെയ്യുന്ന ചേച്ചിമാരാണ്, ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. എന്നാൽ അവരോട് ചോദിക്കാം, ഈ അമ്പലത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊരു വോക്ക് വേക്ക് വേണ്ടി മാത്രം വന്നപ്പോൾ കണ്ടതാണ് ഈ അമ്പലം. നല്ലൊരു അമ്പലം, ഒരുപാട് പടിക്കെട്ടുകളൊക്കെ ഉള്ള ഒരുപാട് ഭംഗിയുള്ളൊരു അമ്പലം. നമ്മൾ ഈ ഉച്ച സമയത്ത് വന്നിട്ടാണ് നമുക്ക് ആകപ്പാട് ക്ഷീണമായി പോയത്. മോർണിംഗിലൊക്കെ വരുവാണ് അത് വേറൊരു വൈബ് തന്നെയാണ്. ഈ വാക്ക് വേയിലോട്ട് തന്നെ നടന്ന് വരുവാണെങ്കിൽ പ്രത്യേക ഒരു ഫീലായിരിക്കും. പടിക്കെട്ട് കയറി ചെല്ലുമ്പോൾ വ്യൂ ആണിത്. ചേച്ചി, ഈ അമ്പലത്തിന്റെ പേരെന്തിട്ടാ? അമ്പലത്തിന്റെ പേര് എംബ്ലിയം. അവിടുത്തെ ചേച്ചിമാരോട് അമ്പലത്തിന്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. എംബ്ലിയം മഹാദേവ ക്ഷേത്രം. ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കുന്നതിനും സൂപ്പർ പ്ലേസ് ആണ്